ഓൺ ഗ്രിഡ് സോളാർ സ്ഥാപിച്ചവർക്ക് എങ്ങനെയാണത് കൂടുതൽ ലാഭകരമാക്കാൻ കഴിയുന്നത്? അതിന് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരു സംഗതി, ഗ്യാസിന് പകരം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് വളരെ ലാഭകരമാണ്. വൈദ്യുതിക്ക് വേണ്ടി 1 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ വെക്കുകയാണെങ്കിൽ ശരാശരി 1000 രൂപയാണ് ലാഭിക്കാൻ കഴിയുന്നത്. എന്നാൽ 1 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ ഗ്യാസിന് പകരമായിട്ട് പാചകത്തിന് ഉപയോഗിക്കുന്നുവെങ്കിൽ 1500 രൂപ ശരാശരി നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുകൊണ്ട് കറണ്ട് ചാർജ് കൊടുത്താലും ഗ്യാസിന് പകരമായിട്ട് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ലാഭകരമായിട്ടുള്ള സംഗതി. ഇനി ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുക. 1 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ കൊണ്ട് ഒരു മാസം 8000 രൂപയുടെ പെട്രോൾ ചെലവ് ലാഭിക്കാൻ കഴിയും. ഇലക്ട്രിക് സ്കൂട്ടർ ഇല്ലെങ്കിലോ ലോൺ എടുത്ത് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയാലും ഒരു ദിവസം 50 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആൾക്ക് പെട്രോളിന് മുടക്കുന്ന പണം കൊണ്ട്, അതായത് 3 വർഷം ആ പെട്രോളിന് മുടക്കിയ പണം EMI അടച്ചുകൊണ്ട് ലോണിൻ്റെ പലിശയും മുതലും അടച്ചു തീർക്കാം. തുടർന്ന് 22 വർഷം സൗജന്യമായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാം. ഇനി 1 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ കൊണ്ട് കാറിന് ഒരു മാസം 6000 രൂപയുടെ പെട്രോൾ ലാഭിക്കാൻ സാധിക്കും. അതായത് ഒരു മാസം 3000 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആൾക്ക് 18000 രൂപ പെട്രോൾ ഇനത്തിൽ ലാഭിക്കാൻ കഴിയും എന്നർത്ഥം. ഈ തുക EMI ആയിട്ട് അടയ്ക്കുവാണെങ്കിൽ 6 വർഷം കൊണ്ട് ഒരു ടിയാഗോ ഇലക്ട്രിക് ടിയാഗോ അവർക്ക് സ്വന്തമാക്കാൻ കഴിയും. അതായത് പെട്രോളിന് മുടക്കുന്ന പണം EMI ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ 6 വർഷം കൊണ്ട് ലോണിൻ്റെ മുതലും പലിശയും അടച്ച് തീരും എന്നാണ് അതിൻ്റെ അർത്ഥം. തുടർന്ന് 20 വർഷം ഇന്ധന ചിലവില്ലാതെ സൗജന്യമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഇനി ക്ലീനിങ്ങിനോട് ബന്ധപ്പെട്ടാണെങ്കിൽ ഓരോ സ്ഥലത്തെയും സാഹചര്യത്തിനും പ്രദേശത്തിനും അനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ ക്ലീൻ ചെയ്യുക. വെള്ളം ഒഴിച്ചുകൊണ്ട് മോപ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വീര്യം കൂടിയ ലോഷനുകൾ പാനലിൻ്റെ മുകളിലെ കോട്ടിങ്ങിനെ സാരമായി ബാധിക്കാനിടയുണ്ട്. ഇനി ക്ലീനിങ് ചെയ്യുന്ന സമയം രാവിലെയോ വൈകുന്നേരമോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉച്ച സമയത്ത് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ ഗ്ലാസിൻ്റെ തനത് സ്വഭാവം മാറുന്നതിനിടയുണ്ട്. ഇനിയും സോളാർ പ്ലാന്റിൻ്റെ അടുത്ത് പുളിയോ തേക്കോ ഉണ്ടെങ്കിൽ സ്പ്രിംഗ്ലർ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി സോളാർ പ്ലാന്റിൻ്റെ ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഓരോ വർഷവും 40% വെച്ച് ശരാശരി 3 വർഷം കൊണ്ട് അവർ മുടക്കിയ തുകയുടെ ഏകദേശം 25% ഇൻകം ടാക്സ് ബെനിഫിറ്റ് അവർക്ക് ലഭിക്കും. എന്നാൽ ജോലി ചെയ്തുകൊണ്ട് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയില്ല. ഇനി GST ഉള്ളവർക്കാണെങ്കിൽ അത് വെച്ചതിൻ്റെ 13% GST ഇൻപുട്ട് ക്ലെയിം ലഭിക്കുന്നതാണ്. മറ്റൊരു ബെനിഫിറ്റാണ് ഇൻഡസ്ട്രിയൽ ബെനിഫിറ്റ്. ഏകദേശം ഒരു 15% അതിന് സബ്സിഡി എന്ന നിലയിൽ ലഭിക്കുന്നു. ഇത് നമുക്ക് ESS സ്കീമും എൻ്റർപ്രണർ സപ്പോർട്ടിംഗ് സ്കീമിലെ എനി ജനറേറ്റിംഗ് ഓപ്ഷനിലാണ് അത് ലഭിക്കുന്നത്. അതായത് KCBക്ക് വേണ്ടിയോ ജനറേറ്റർ വാങ്ങുന്നതിന് വേണ്ടിയോ സോളാറിന് വേണ്ടിയോ നമ്മൾ പണം മുടക്കുന്നെങ്കിൽ അതിൻ്റെ 15% ശരാശരി സബ്സിഡി ആയിട്ട് ലഭിക്കുന്നു. അതാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കേരളത്തിലെ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത മിക്കവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതിനാൽ ഇതുവരെ ആരും അത് വാങ്ങിയായിട്ട് അറിവില്ല. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ DICയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇനിയും മെഗാവാട്ട് വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് ലാഭം ലഭിക്കും. കേരളത്തിലെ ചില കമ്പനികൾക്ക് ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് കാർബൺ ക്രെഡിറ്റായിട്ട് ലഭിക്കുന്നത്. അന്തരീക്ഷത്തിലെ കാർബൺ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ കാർബൺ ക്രെഡിറ്റ്. ഇനി സോളാർ വെച്ചവർക്ക് ബിൽഡിംഗ് ടാക്സ് റിബേറ്റിന് അർഹരാണ്. കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. മറ്റൊന്നാണ് ഗ്രീൻ എനർജി സർട്ടിഫിക്കറ്റ്. പല വ്യവസായ സ്ഥാപനങ്ങൾക്കും ഗ്രീൻ എനർജി സർട്ടിഫിക്കറ്റ് മുഖാന്തരം വ്യത്യസ്ത ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. പ്രത്യേകിച്ച് എക്സ്പോർട്ടിംഗ് കമ്പനികൾക്കാണ് ഇങ്ങനെയുള്ളതിന് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത്. ഇനിയും നിങ്ങളുടെ സ്ഥാപനത്തിന് സോളാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ അത് രേഖപ്പെടുത്തുക. വിദേശ കമ്പനികൾ റിന്യൂവബിൾ എനർജിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കാണ് കൂടുതൽ ഓർഡർ കൊടുക്കുക. ഇത് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു. ഇനി സബ്സിഡിയോടുകൂടി സോളാർ സ്ഥാപിച്ചവർക്ക്
5 വർഷം കൊണ്ടും സബ്സിഡി ഇല്ലാതെ സോളാർ സ്ഥാപിച്ചവർക്ക് ശരാശരി 7 വർഷം കൊണ്ടും മുടക്കുമുതൽ തിരികെ ലഭിക്കുന്നു. ഇനിയും ഇൻകം ടാക്സ്, GST ഇൻപുട്ട് ക്ലെയിം, മറ്റ് സബ്സിഡി ക്ലെയിമൊക്കെ ചെയ്യുന്നവർക്ക് ശരാശരി 2 വർഷം തൊട്ട് 3 വർഷത്തിനുള്ളിൽ മുടക്കുമുതൽ തിരികെ ലഭിക്കുന്നു. അതായത് ബിസിനസ്സുകാർക്കൊക്കെ ഒരു 3-4 വർഷത്തിന് ശേഷം സൗജന്യ വൈദ്യുതി ലഭിക്കുന്നു. തുടർന്ന് 22 വർഷത്തേക്കുള്ള ഒരു സൗജന്യ വൈദ്യുതി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. ഇതുമൂലം അവർക്ക് മറ്റ് കമ്പനികളെക്കാൾ പ്രോഡക്റ്റിന് വില കുറച്ച് വിൽക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സോളാർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾക്ക് വലുതായിട്ട് കോമ്പറ്റീഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. ഇനി സോളാർ സ്ഥാപിച്ചവർക്ക് അവരുടെ കണക്ട് ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടി BLDC ഫാനും BLDC എയർ കണ്ടീഷണറും സ്ഥാപിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വർദ്ധിക്കുന്നതുകൊണ്ട് വൈദ്യുതി ക്ഷാമം ഉണ്ടാകും. അപ്പോൾ ഓൺ ഗ്രിഡ് ലാഭകരമല്ല തീരും. ആ സമയത്ത് ഓൺ ഗ്രിഡ് മാറ്റി ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ വെക്കേണ്ടി വരും. അപ്പോൾ കണക്റ്റഡ് ലോഡ് കുറഞ്ഞിരിക്കുന്നത് ഇൻവെർട്ടറിൻ്റെ കോസ്റ്റ് കുറയാനായിട്ട് ഇടയാകും. അപ്പോൾ മുന്നമേ തന്നെ ഇങ്ങനെയുള്ള BLDC ഫാനും BLDC എയർ കണ്ടീഷനൊക്കെ വെക്കുന്നുവെങ്കിൽ ആ കണക്ട് ലോഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഓൺ ഗ്രിഡ് സ്ഥാപിച്ചവർക്ക് അത് പരമാവധി പ്രയോജനം കൈവരുത്തുന്നതിനും കൂടുതൽ ലാഭകരമാക്കാനും കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുന്നത് സോളാർ ടെക് ട്രെയിനിങ് അക്കാദമിയിൽ നിന്നാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം കൊടുക്കുന്നു. അതുകൂടാതെ പൊതുജനങ്ങൾക്ക് സഹായകരമായ വീഡിയോകളും ലഭ്യമാക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു.